ജൂലൈ 26 ഒരു മേജർ റിലീസുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും ഫേവറേറ്റിൻ്റെ ഒരു സിനിമയായിട്ടുള്ള ദേവദൂതൻ. ഒരു മിസ്റ്ററി ഹൊറർ ജോണറിലുള്ള സിനിമയാണ്. മലയാളത്തിലൊരു അണ്ടർ റേറ്റഡ് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമ. ആ ഒരു സിനിമ റീമാസ്റ്റർ ചെയ്തിട്ട് 4Kയിൽ നമ്മളുടെ തിയേറ്ററിൽ വരുന്നുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു കിഡിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഇതിൻ്റെ സ്റ്റോറി ആയാലും ഇതിൻ്റെ മേക്കിംഗ് ആയാലും എല്ലാം ബെസ്റ്റാണ്. ഒരു റോങ് ടൈമിൽ റിലീസായി പോയി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് ഈ സിനിമ ഒരു അണ്ടർ റേറ്റഡ് സിനിമ എന്ന് ഞാൻ പറഞ്ഞത്. 2000-ലാണ് ഈ ഒരു ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത്. CB മലയിലാണ് ഇതിൻ്റെ സംവിധായകൻ, വിദ്യാസാഗറാണ് ഇതിൻ്റെ മ്യൂസിക്. ഇതിൻ്റെ സോങ്ങുകളെ പറ്റിയിട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളെ പറ്റിയിട്ടും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ 2024 ഇതിനകത്ത് എല്ലാ പാട്ടുകളും ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് തരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ TV-യിൽ കണ്ടൊരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തൊരു സിനിമ വീണ്ടും ഒരു സിറ്റുവേഷൻ കിട്ടുകയാണ് തിയേറ്ററിൽ പോയി കാണാനായിട്ട്. അതും നല്ല HD ക്വാളിറ്റിയിൽ റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് പോയി കാണുക. നിങ്ങൾ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ കിട്ടാനായിട്ട് പോകുന്നത്. ഇത് റീമാസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പം പഴയ ഫിലിമിനെ ഡീറ്റെയിലാക്കുന്നു, ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കിടിലൻ പ്രിൻ്റ് ആക്കി ഇറക്കുന്നതാണ് റീമാസ്റ്റർ ചെയ്ത് ഇറക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട് ഈ ഒരു സിനിമയുടെ. അതായത് മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള, അതേപോലെ തന്നെ ഹൊറർ സിനിമയാണെങ്കിൽ കൂടി നമുക്കിതിനകത്തെ ഒരു പേടിപ്പിക്കുന്ന പ്രേതമോ അല്ലെങ്കിൽ ഒരു പ്രേതത്തേക്കാൾ കൂടുതലൊരു മിസ്റ്ററിയാണ് ഈ ഒരു സിനിമ നമുക്ക് തരുന്ന ഫീൽ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ഡീപ്പ് റൊമാൻസ് ഉണ്ട്. അത് ഗംഭീര സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സാധനമാണ്. ഒരു 2000 കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഈ സമയത്താണ് ഈ ഒരു സിനിമ റിലീസാകുന്നതെങ്കിൽ മേ ബി ഇതൊരു ഹിറ്റായാണ് ഈ സിനിമ. പക്ഷേ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാതെ പോയൊരു സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ദേവദൂതനെ. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ കാരണം 2000 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് 4 വയസ്സുള്ള സമയത്താണ് സിനിമ റിലീസാകുന്നത്. നമ്മൾ TV-യിലാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. ഒരു 5-6 വയസ്സുള്ള സമയത്തൊക്കെ ആയിരിക്കും ഇത് ആദ്യമായിട്ടൊക്കെ കാണുന്നത്. പിന്നെ ഇതിനകത്തെ പാട്ടുകൾ, പൂവേ പൂവേ എന്നുള്ള പാട്ടും എത്ര തവണ കേട്ടാൽ വിദ്യാജിയുടെ ഒരു മ്യൂസിക് ഉണ്ട് അതിനകത്ത്. അത് ഇങ്ങനെ മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ്. ഇപ്പം കേട്ടാലും ആ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫ്രഷ്നെസ്, ഒരു ഭയങ്കര കാമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആണല്ലോ, അത് കിട്ടും എന്നുള്ളതാണ് ആ ഒരു പാട്ടിൻ്റെയൊക്കെ പ്രത്യേകത. അതിനകത്ത് ഓരോ മ്യൂസിക്കിൻ്റെയും ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ വിദ്യാസാഗറിൻ്റെ ബെസ്റ്റ് മ്യൂസിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ദേവദൂതൻ എന്ന് പറയുന്നത്. എന്തായാലും തിയേറ്ററിൽ വരുന്നുണ്ട് ജൂലൈ 26-ന്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് കാണണം എന്നുള്ളത്. പക്ഷേ അന്ന് ഡെഡ്പൂൾ റിലീസുണ്ട്. എന്നാലും അത് കണ്ടിട്ടാണെങ്കിൽ ഞാൻ ഈ സിനിമ കാണാനായിട്ട് ശ്രമിക്കും. കാണണം. ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്കത് അന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക വേറെ. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ, കുറച്ച് മിസ്റ്ററി സൂപ്പർ നാച്ചുറൽ സാധനമൊക്കെ പോകും. പക്ഷേ ലോജിക്കില്ലായ്മയെക്കുറിച്ച് നമ്മൾ അന്നേരം ചിന്തിക്കുകയില്ല. മേ ബി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൂടാ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകുന്ന ഒരു കിടിലൻ പ്രണയകഥ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ പ്രണയത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൊററും മിസ്റ്ററിയും ഒക്കെ നിറഞ്ഞ ലാലേട്ടൻ്റെ കിടിലൻ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഒരു അഡാറ് സിനിമയാണ് ദേവദൂതൻ എന്ന് പറയുന്നത്. അപ്പം തിയേറ്റർ റിലീസ് ആവുന്നുണ്ട്, പോയി കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും, നിങ്ങളിത് കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഈ സിനിമ കണ്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവദൂതനൊക്കെ അല്ലെങ്കിൽ തപ്പിപ്പിടിച്ച് അത്രയ്ക്ക് സിനിമ ഭ്രാന്തന്മാരൊക്കെ ആണെങ്കിലാണ് ഈ സിനിമ തപ്പിപ്പിടിച്ച് പോയി കാണുന്നത്. അല്ലാതെ ഉള്ള പിള്ളേരൊന്നും ഇത് കണ്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ ഒരു സിനിമയായിരിക്കും. മലയാളത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് എന്ന സിനിമ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം റിലീസ് ചെയ്യുമ്പം ജൂലൈ 26 മറക്കാതെ പോയി കാണുക. അപ്പം അത് നിങ്ങളോടുകൂടി പറയണമെന്ന് എനിക്ക് തോന്നി. ട്രെയിലർ വന്നിട്ടുണ്ട്, ട്രെയിലർ പോയി കാണുക. ആ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ആ പാട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. വേറെ ലെവൽ സിനിമയാണ്. അപ്പം പോയി കാണുക.